രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ അപ്പീലിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി ക്രിസ്മസ് അവധിക്കു ശേഷം വീണ്ടും പരിഗണിക്കാനായി മാറ്റി. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനുള്ള വിലക്ക് വ്യാഴാഴ്ച വരെ തുടരും. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. അപ്പീൽ ക്രിസ്മസ് അവധിക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ബിജു എബ്രഹാമിന്റെ ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത്. ഹർജി ഇന്ന് പരിഗണിച്ചെങ്കിലും മുൻകൂർ ജാമ്യം സ്റ്റേ ചെയ്തിട്ടില്ല. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് പ്രധാനപ്പെട്ട വാദം. തെളിവുകൾ കൃത്യമായി പരിശോധിക്കാതെ മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതിക്ക് പിഴവ് പറ്റിയെന്നും വാദമുണ്ട്. ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് സെഷൻസ് കോടതിയെ സ്വാധീനിച്ചുവെന്നും സംസ്ഥാന സർക്കാർ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഹോം സ്റ്റേയിലെത്തിച്ച് ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി ബംഗളൂരുവിൽ താമസിക്കുന്ന 23 വയസ്സുകാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഉപാധികളോടെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അതിനിടെ ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനുള്ള വിലക്ക് വ്യാഴാഴ്ച വരെ നീട്ടി. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വ്യാഴാഴ്ചത്തേക്ക് പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്. ജനം, കൊച്ചി.